മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 32-ാം സങ്കീർത്തനം 8-ാം തിരുവാക്യം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു. ദൈവജനം നടക്കേണ്ടത് കർത്താവിൻ്റെ ആലോചനകളിലൂടെയാണ്. കർത്താവിൻ്റെ ജ്ഞാനമായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. ഞാൻ നിന്നെ ഉപദേശിക്കാം. കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിനു വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹത്തോടെ ദൈവസന്നിധി നമ്മൾക്കായിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ സകല ദുഃഖങ്ങളെയും, നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ ആകുലതകളെയും, നമ്മൾ വിഷമിപ്പിക്കുന്ന തകർച്ചകൾ, ദുരിതങ്ങൾ, പരാജയങ്ങൾ, സാമ്പത്തികമായ പരാധീനതകൾ എല്ലാം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. ഒരു നിമിഷം നമ്മളായിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. യഥാർത്ഥമായ മാനസാന്തര അനുഭവം ഞങ്ങൾക്ക് തരണം. മാനസാന്തര അനുഭവം ഞങ്ങൾക്ക് നൽകണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ സ്നേഹിക്കാൻ, പരിശുദ്ധാത്മാവിൽ സ്നേഹിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ സുവിശേഷ വേല ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിൽ സുവിശേഷ വേല ചെയ്യുവാൻ, ഞങ്ങളുടെ ഓരോ പ്രവർത്തനവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാകുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാകുവാൻ കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ അടിച്ച് അഭിഷേകം നിറവോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ദൈവീക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. We worship Lord. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങ് ആരാധിക്കുന്നു. അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ. കരമടിച്ച് പാടുന്നു. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. അന്യഭാഷ എല്ലാരും ചൊല്ലിടട്ടെ, ആനന്ദത്താൽ ആർത്തുപാടി സ്തുതിച്ചിടട്ടെ.
അന്യഭാഷ ഈശോയെ, എല്ലാവരും പുതിയ അഭിഷേകം, പുതിയ ശക്തി നൽകണമേ. ആനന്ദത്താലാർത്തു പാടി സ്തുതിച്ചിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, തിരിച്ചറിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ആത്മാവിൽ പറന്നു പാടുന്നു. പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവേ, മാനസാന്തരത്തിന് ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മനദി എങ്ങുമേ ഒഴുകിടട്ടെ. ഈ അഭിഷേകം നിറവിൽ ഞങ്ങളെ വളർത്തണമേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാവരും. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. ഈശോയേ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. പറന്നു പോകാൻ ഇരു കരങ്ങളും ആത്മശക്തി സ്വർഗ്ഗത്തിലേക്ക് ഏറ്റെടുത്തിടാം. ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരമ്പലോടെ, പരിശുദ്ധാത്മ ശക്തിയിൽ ജീവിക്കാൻ, പരിശുദ്ധാത്മ നിറവിൽ വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, സ്വർഗീയ അഗ്നിയെ ഞങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, ഈ സ്തുതി ആരാധന വന്ന് നിറയണമേ. പാപബോധത്തെ ഞങ്ങളെ നിറയ്ക്കണമേ. മാനസാന്തര ജീവിതത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്ന്, പൈശാചികമായ ആധിപത്യങ്ങളിൽ നിന്ന്, ഇരുട്ടിന്റെ വ്യാപാരങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, കൊടുങ്കാറ്റ് പോലെ ദൈവജനത്തിന്റെ മേൽ ആഞ്ഞു വീശണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. എല്ലാ കുടുംബങ്ങളിലേക്കും, സമർപ്പിത സമൂഹങ്ങളിലേക്കും, സഭാ കൂട്ടായ്മകളിലേക്കും, ലോകം മുഴുവനിലേക്കും പരിശുദ്ധാത്മാവേ ആഞ്ഞു വീശുക. റിലീസ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പരിശുദ്ധാത്മാവേ വരണമേ. മാനസാന്തര കൃപ നൽകണമേ. അനുതാപത്തിന്റെ അഭിഷേകം നൽകണമേ. ലോകമോഹങ്ങളെ വിട്ടുപേക്ഷിക്കുവാനുള്ള അന്ത്യകാല അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. രോഗികളെ സുഖപ്പെടുത്തണമേ. തകർന്ന ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് അനേകരെ വിമോചിപ്പിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ, തലമുറകളെ കഴുകി ശുദ്ധീകരിക്കണമേ. ബ്ലസ്, ബ്ലസ് ലോർഡ്. അവിടുത്തെ അനുഗ്രഹത്തിന്റെ അഭിഷേകം ഒരു നദി പോലെ, നദി പോലെ 10,000ങ്ങളിലേക്ക് നിറഞ്ഞൊഴുകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകണമേ. മാനസാന്തര ജീവിതത്തിന് ആവശ്യമായ വചനങ്ങൾ നൽകണമേ. ലോകത്തെയും ലോകമോഹങ്ങളെയും വിട്ടുപേക്ഷിച്ച് വിശുദ്ധീകരണത്തിന് ജീവിതത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. സാധിക്കുന്ന എല്ലാവരും ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും നിങ്ങൾ കൃത്യസ്ഥമാക്കി സ്വസ്ഥതയോടെ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് മാനസാന്തരത്തിന്റെ ജീവിതം. മാനസാന്തരത്തിന്റെ ജീവിതം. ഈ വചന സന്ദേശത്തിന് ഈ നാളുകളിൽ വലിയ പ്രാധാന്യതയുണ്ട്. ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മോട് വിളിച്ചു പറയുന്ന സത്യം എന്താണ്? കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു.
ഇത് വലിയ ആത്മീയ ഒരുക്കത്തിന്റെ നാളുകളാണ്. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവജനം ജീവിക്കേണ്ട സമയമാണിത്. ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ സഭാഭരണ കാലത്ത് സഭാമക്കളോട് പറഞ്ഞു, ഇത് വിശുദ്ധീകരണത്തിന്റെ സമയമാണ്. ഇത് ആത്മീയമായ ഒരുക്കത്തിന്റെയും പരിത്യാഗത്തിന്റെയും നാളുകളാണ്. നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി നാം ഓരോരുത്തരും ജീവിക്കേണ്ട നാളുകൾ. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം തിരുവചനം. പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുക. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? പക്ഷെ പൗലോസിലൂടെ കർത്താവിന്റെ അരൂപി സഭയോട് പറയുകയാ, പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ. ആ വാക്കുകൾ നമ്മൾ മറന്നു പോകരുത്. ദൈവഭയത്തോടെ, ആത്മാവിൽ ഉള്ള എളിമയോടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കണം. വ്യക്തിപരമായി നമ്മുടെ ആത്മാവിന്റെ രക്ഷ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. എൻ്റെ പ്രാർത്ഥന വഴി, എൻ്റെ ശുശ്രൂഷ വഴി അനേകായിരങ്ങൾ നിത്യജീവൻ പ്രാപിച്ചു. എന്നാൽ എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയ പരാജയമല്ലേ? ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം 12-ാം തിരുവാക്യം, നിങ്ങളുടെ ദൈവത്തിന്റെ സന്ദർശന ദിനത്തിനായി ഒരുങ്ങിക്കൊള്ളുക. എത്ര പവർഫുള്ളായ വചനമാണത്! താൻ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വാനമേഘങ്ങളിൽ തന്റെ പരിശുദ്ധന്മാരോടുകൂടെ ആഗതനാകുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ്, ഈ സന്ദർശന ദിനത്തിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. നമ്മൾ എങ്ങനെയാണ് ആത്മീയമായി ഒരുങ്ങേണ്ടത്? മാനസാന്തരത്തിന്റെ ജീവിതം നയിച്ചുകൊണ്ടാണ്. എന്താണ് മാനസാന്തരത്തിന്റെ ജീവിതം? അത് കർത്താവിന്റെ സ്വഭാവത്തിലുള്ള ജീവിതമാണ്. കർത്താവിന്റെ വചനങ്ങളിലേക്ക് വേരുറപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അത് കർത്താവിനെ കരം പിടിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഈ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം നമുക്കുണ്ടാകണം. ഇന്ന് പിശാച് തടയുന്നത് ദൈവജനത്തിന്റെ മാനസാന്തരത്തെയാണ്. അടിസ്ഥാന മാനസാന്തരത്തെയാണ് പിശാചിന് ഭയപ്പെടുന്നത്. അതുകൊണ്ട് സാത്താൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ പാട്ട് പാടിക്കോ, നീ വചനം വായിച്ചോ, നീ വചനം പ്രസംഗിച്ചോ, നീ കർത്താവിനെ ആരാധിച്ചോ, നീ കൗദാശിക ജീവിതം നയിച്ചോ. പക്ഷെ ഇതൊന്നും നിന്നെ അടിസ്ഥാന മാനസാന്തരത്തിലേക്ക് നയിക്കരുത്. ഇവിടെയാണ് ഇന്ന് അനേകം ദൈവമക്കള് കുരുങ്ങിക്കെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനകൾ തിരിച്ചറിയണം. ശിലുക്കാട് സുവിശേഷം 21-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, അന്ത്യകാലത്തിന്റെ 3 കെണികളെ കുറിച്ച്. ഈ കെണികളിൽ നിങ്ങൾ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്തു ചെയ്യണം? സദാ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. കർത്താവ് യുഗാന്ത്യ സഭയ്ക്ക് നൽകുന്ന സന്ദേശം അതാണ്, സദാ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക, മാനസാന്തരത്തിന് ജീവിതം നയിക്കുക. വീണ്ടും മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 37-ാം വചനത്തിൽ, ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എന്റെ സന്ദർശന ദിനത്തിനു വേണ്ടി നിങ്ങൾ ആത്മാവിൽ ഒരുക്കമുള്ളവരായിരിക്കുവിൻ. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് ഏത് വചനം പറഞ്ഞ കർത്താവ് ശുശ്രൂഷ തുടങ്ങിയത്? മാർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 15-ാം വചനത്തിൽ പറയാം. അവൻ പറഞ്ഞു, സമയം സമാഗതമായി, സകലരും അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സകല മനുഷ്യരും മാനസാന്തരപ്പെട്ട്
കർത്താവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക. സ്വർഗരാജ്യ പ്രവേശനത്തിന് നമുക്ക് അടിസ്ഥാനമായി വേണ്ട ഒന്നാണ് മാനസാന്തരം. മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിയും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നതാണ്. 1023 ഖണ്ഡികയിൽ കത്തോലിക്ക സഭയുടെ മതബോധനം പറയുകയാണ്, പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട മാനസാന്തര അനുഭവത്തിൽ ജീവിച്ച ആത്മാക്കൾ മാത്രമേ കർത്താവിനോട് കൂടെ നിത്യതയിൽ അവന്റെ മഹത്വത്തിൽ വസിക്കുകയുള്ളൂ. സ്വർഗരാജ്യ പ്രവേശനത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മാനസാന്തരം. കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണ്? എൻ്റെ സഹോദര സഹോദരി, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നമ്മൾ ജീവിക്കണം. നമ്മെക്കുറിച്ച് യഥാർത്ഥത്തിൽ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? അവിടുത്തെ ആഗ്രഹത്തിനൊത്ത് നമ്മൾ വളരുമ്പോഴാണ് നമ്മെക്കുറിച്ച് സ്വർഗം യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30 പറയാണ്, അജ്ഞതയുടെ കാലഘട്ടം ദൈവം കണക്കിലെടുക്കുന്നില്ല, എന്നാൽ സകല ജനതകളും പശ്ചാത്തപിക്കണമെന്ന്, മാനസാന്തരപ്പെടണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അജ്ഞതയുടെ കാലഘട്ടങ്ങള് കർത്താവിന്റെ സ്നേഹം നമ്മൾ അറിയുന്നതിനേക്കാൾ മുൻപ്, സുവിശേഷം കേട്ട് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ നമ്മൾ അറിയുന്നതിനേക്കാൾ മുൻപ് നമ്മൾ പാപത്തിലും ലോകത്തിലും മ്ലേച്ഛതയിലൊക്കെ ജീവിച്ചു. എന്നാൽ വിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഈ കാലഘട്ടം കർത്താവ് കണക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന കാരണം കാലം ആസന്നമായി. ഇന്ന് ലോകം മുഴുവൻ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചുഴലിക്കാറ്റുകള്, മഹാപ്രളയങ്ങള്, ഭൂകമ്പങ്ങള്, മതപീഡനങ്ങള്, വിശ്വാസത്യാഗം, പാപത്തിന് അതിപ്രസരങ്ങള് എന്നുവേണ്ട നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ അടയാളങ്ങളും ലിറ്ററലി ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കും. മത്തായിയുടെ സുവിശേഷം 3:8 സ്നാപക യോഹന്നാൻ പ്രവാചക ശബ്ദത്തോടെ വിളിച്ചു പറയാണ്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരത്തിന് ചേർന്ന ജീവിതം നയിക്കുവിൻ, ഇല്ലെങ്കിൽ നിങ്ങൾ വെട്ടി തീരെറിയപ്പെടും. എന്തൊരു കഠിന വചനമാണ്! നമുക്കിത് കഠിനമായിട്ട് തോന്നാം, എന്നാൽ ഇത് വലിയ യാഥാർത്ഥ്യമാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, അന്ത്യ കാലഘട്ടത്തിലാണ്, കൊയ്ത്തു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് കൊയ്ത്തിനുള്ള സമയമാണ്. ഈ നാളുകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകതയെക്കുറിച്ച് പ്രവചനാത്മാവിൽ നിറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് 2000 വർഷങ്ങൾക്ക് മുമ്പ് സഭയ്ക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3:4 അവിടെ കുറെ കാര്യങ്ങൾ പൗലോസ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട്. അതിലൊരു കാര്യം ഇതാണ്: ഭക്തിയുടെ ബാഹ്യരൂപം അണിഞ്ഞ് അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്ന മനുഷ്യർ അവസാന നാളുകളിൽ വരും. അന്ത്യനാളുകളിൽ കാണുമ്പോൾ നല്ല ഭക്തന്മാരായിരിക്കും, പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നല്ല ആത്മീയരായിട്ട് നമുക്ക് തോന്നും. എന്നാൽ യഥാർത്ഥ ആത്മീയതയുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ഭക്തശിരോമണികള് സഭയിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതിന്റെ ആന്തരിക ചൈതന്യത്തെ, യഥാർത്ഥത്തിൽ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെ നിഷേധിച്ചുകൊണ്ട് ബാഹ്യമായ ചില മോടികളും ബാഹ്യമായിട്ടുള്ള ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഇതേ സത്യം തന്നെയാണ് തീത്തോസ് ലേഖനത്തിൽ സെന്റ് പോൾ പഠിപ്പിക്കുന്നത്. 1:16 അവർ ദൈവത്തെ നന്നായി അറിയുന്നുവെന്ന്, സ്നേഹിക്കുന്നുവെന്ന് ഭാവിക്കുന്നു, എന്നാൽ തങ്ങളുടെ പ്രവർത്തികൾ വഴി അവർ ദൈവത്തെ ഉപേക്ഷിക്കുന്നു. ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്നതിന് അടയാളം അദ്ദേഹത്തിന്റെ വാക്കുകളല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തികളാണ്. അവരുടെ പ്രവർത്തികൾ വഴി അവർ ദൈവത്തെ നിഷേധിക്കുകയാണ്. അവർ യഥാർത്ഥമായ ആത്മീയതയെ അവർ തള്ളിക്കളയുകയാണ്. എത്ര കൃത്യമാണ് കർത്താവിന്റെ തിരുവെഴുത്ത്! എൻ്റെ ഹൃദയത്തെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനം വെളിപാട് പുസ്തകത്തിലുണ്ട്. 22-ാം അധ്യായം 11-ാം വചനത്തിൽ പരിശുദ്ധാത്മാവ് സഭാ മക്കളോട് പറയുകയാണ്. ബൈബിൾ അവസാനിക്കാൻ പോവുക.
വെളിപാട് പുസ്തകത്തിൽ അവസാന അധ്യായത്തിൽ അവസാന തിരുവെഴുത്തുകളാണത്. അനീതി പ്രവർത്തിക്കുന്നവർ ഇനിയും അനീതി പ്രവർത്തിച്ചു കൊള്ളട്ടെ. പാപക്കട പുരണ്ടവൻ ഇനിയും അപ്രകാരം തന്നെ ജീവിച്ചു കൊള്ളട്ടെ. എന്നാൽ എൻ്റെ നീതിമാൻ നീതി പ്രവർത്തിക്കട്ടെ. എൻ്റെ വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ അരൂപി എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വചനമാണത്. എന്തുമാത്രം ധ്യാനങ്ങളിലൂടെ, ബൈബിൾ കൺവെൻഷനുകളിലൂടെ, ആത്മീയ ശുശ്രൂഷകളിലൂടെ കർത്താവിൻ്റെ മനസ്സ് പരിശുദ്ധാത്മ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ, വിശുദ്ധീകരണത്തിന് ജീവിതം നയിക്കാൻ, മാനസാന്തരത്തിന് ജീവിതം നയിക്കാൻ എന്തുമാത്രം തിരുവചനങ്ങളാണ് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഈ വചന സത്യങ്ങളെല്ലാം കേട്ടിട്ടും പാപസുഖങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയാത്തവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അനീതി നീ അനീതി പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്നവർ കള്ളു കുടിച്ചോ, വ്യഭിചാരം ചെയ്യുന്നവർ വ്യഭിചരിച്ചോ, ലോകസുഖങ്ങൾ ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്തവരെ അപ്രകാരം ജീവിച്ചോ. എന്നാൽ മറന്നു പോകരുത്, നിങ്ങൾക്കൊരു ന്യായവിധിയുണ്ട്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ നീ ഇങ്ങനെയൊക്കെ ജീവിച്ചോ. ഞാൻ പല മുന്നറിയിപ്പ് തന്നിട്ടും പാപത്തിന്റെ സുഖങ്ങൾ ഉപേക്ഷിക്കാതെ നൈമിഷികമായ ഭോഗേച്ഛകളിൽ നീ ജീവിച്ചോ, ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. കർത്താവ് അതാ പറയുന്നത്, ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. എന്ന് കണ്ടോളാം? നിത്യതയിലെ. നിനക്കൊരു ന്യായവിധിയുണ്ടെന്ന് മറക്കരുത്. നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ, ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടുവിൻ, ആത്മനദി എങ്ങുമേ ഒഴുകിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടുവിൻ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ സത്യം മറന്ന് നീ ലോകത്തിൽ ജീവിക്കരുത്. നിനക്കൊരു ന്യായവിധിയുണ്ടെന്ന് മറക്കരുത്. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനോട് വിശ്വസ്ത പുലർത്തുന്നവരോട് എന്താ കർത്താവ് പറയുന്നത്? എൻ്റെ നീതിമാൻ നീതി പ്രവർത്തിക്കട്ടെ. ഇതൊന്നും കണ്ട് നിന്റെ കണ്ണും കാതും മനസാക്ഷിയും അശുദ്ധമാകേണ്ട. നീ നീതിയോടെ ജീവിക്കണം. അത് ചെറിയൊരു ശേഷിപ്പ് മാത്രമായിരിക്കും. ആ ചെറിയ ശേഷിപ്പിൽ ഞാനും നീയും ഉൾപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ നീതിയോടെ ജീവിക്കുക, നീ വിശുദ്ധിയോടെ ജീവിക്കുക, നീ കൃപയിൽ ശരണപ്പെട്ട് ജീവിക്കുക. ഈ ലോകത്തിന്റെ സകല വെറിക്കൂത്തുകളെയും വിട്ടുപേക്ഷിക്കുവാനുള്ള ഉറച്ച തീരുമാനം ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം. സ്വർഗം നമ്മിൽ ആഗ്രഹിക്കുന്നത് മാനസാന്തരത്തിന്റെ ജീവിതമാണ്. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് പോകരുത്. അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ, ഇവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ, ചെല്ലുന്നിടത്ത് ചെല്ലുന്ന രീതിയിലാകരുത്. നമുക്ക് ചില നിലപാടുകൾ ഉണ്ടായിരിക്കണം. വിശ്വാസത്തെ പ്രതി, കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷ സത്യങ്ങളെ പ്രതി, തിരുസഭയുടെ പ്രബോധനങ്ങളെ പ്രതി നമുക്ക് ഉറച്ച നിലപാടുകൾ, തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. വെളിപാട് പുസ്തകം 16:13 വരിക. അവിടെ യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. സർപ്പത്തിന്റെ വായിൽ നിന്നും, മൃഗത്തിന്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളകളെ പോലെയുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കാണുന്നു. 3 അശുദ്ധാത്മാക്കളെ കാണുകയാണ്. എന്താ അതിന്റെ പ്രത്യേകത? തവളകളെ പോലെ ഇരിക്കുന്നു. തവളകളെ പോലെ. എന്താ തവളയുടെ പ്രത്യേകത? തവളയുടെ ആയുധം നാവാണ്. തവളയെ ശ്രദ്ധിച്ച് കാണാം, നാവാണ്. ഈ നാവ് ഇങ്ങനെ നീട്ടിയാണ് അത് പ്രാണികളെ പിടിച്ചെടുക്കുന്നത്. നാവ് നീട്ടി അത് പ്രാണികളെ പിടിച്ചെടുക്കുകയാണ്, ഈച്ചകളെ പിടിച്ചെടുക്കുകയാണ്, അതിന് ആഹാരമാക്കി മാറ്റുകയാണ്. തവളയുടെ ആയുധം അതിൻ്റെ നാവാണ്. ഈ കാലഘട്ടത്തിൽ ഇതുപോലെ പിശാച് അനേകം നാവിനെ തെറ്റായി, പാപത്തിനായി, അശുദ്ധിക്കായി, സഭയെ തകർക്കുവാനായി, സുവിശേഷ സത്യങ്ങളെ തകിടം മറിക്കുവാനായി എല്ലാം ഇന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യൂദാസിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വചനത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് യുഗാന്ത്യ സഭയ്ക്ക് തരുന്ന സന്ദേശമാണത്. എന്താ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്? അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആരാണ് ഈ അവര്? കർത്താവിന്റെ അപ്പോസ്തലന്മാരാണ്. യൂദാസ് സഭയെ ഓർമ്മപ്പെടുത്തുകയാ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടമായ തങ്ങൾ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകരെ അവസാന നാളുകളിൽ വരും. ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന
പരദൂഷകർ അവസാന നാളുകളിൽ വരും. ഈ നാളുകൾ നമ്മൾ കാണുന്നത് എന്താണ്? പരദൂഷണമാണ്. പലപ്പോഴും ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, മറ്റ് മീഡിയയിലൂടെയൊക്കെ നമ്മളിന്ന് ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ? പരദൂഷണങ്ങളാണ്. അവരെ ദുഷിച്ചു പറയുക, അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു തലമുറ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ജീവിതത്തിന്റെ പ്രാധാന്യത നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം, നമ്മുടെ മക്കൾ പരിശുദ്ധാത്മ അനുഭവത്തിൽ നിറയണോ, നമ്മുടെ തലമുറ അഭിഷേക തലമുറയാകണോ, നമ്മുടെ ആവശ്യങ്ങൾ, നിയോഗങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടണോ, ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായി കർത്താവിന്റെ മഹത്വത്തിൽ വാഴുവാൻ നമുക്ക് കഴിയണോ? അടിസ്ഥാന മാനസാന്തരത്തിന് ജീവിതം നയിക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങണം. മിക്സിംഗ് പരിപാടി അവസാനിപ്പിക്കണം. കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് വേരൂന്നി ജീവിക്കുവാനുള്ള സമർപ്പണം നമുക്കുണ്ടാകണം. ഒരിക്കലും ഒരു പൂച്ച ഇങ്ങനെ നടന്ന് പോയിട്ട് അത് വെള്ളത്തിൽ പോയി വീണു. വെള്ളത്തിൽ കിടന്ന് പൂച്ച കരഞ്ഞുകൊണ്ടിരിക്കുക, പ്ലീസ് എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, എനിക്ക് വെള്ളത്തിൽ കിടക്കാൻ മേലെ, എന്നെ ആരും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പൂച്ച ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കരയിൽ കിടന്ന് ഒരു മത്സ്യം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, എനിക്ക് ഈ കരയിൽ കിടക്കാൻ മേലെ, എനിക്കിവിടെ ശ്വാസം മുട്ടുന്നു, പ്ലീസ് എന്നെ ആരെങ്കിലും രക്ഷിക്കുമെന്ന് പറഞ്ഞ് മത്സ്യം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. പൂച്ചയും മത്സ്യം മുഖത്തോട് മുഖം നോക്കി. പൂച്ച പറയുന്നു എന്നെ പിടിച്ച് കരയിലേക്കിടാൻ, മത്സ്യം പറയുന്നു എന്നെ പിടിച്ച് വെള്ളത്തിലേക്കിടാൻ. ഇത് കേട്ടുകൊണ്ട് ഒരു തവള അങ്ങോട്ട് വരികയാണ്. തവള പൂച്ചയോട് ചോദിക്കും, പൂച്ച എന്താ നിന്റെ പ്രോബ്ലം, നീ എന്തിനാ കരയുന്നത്? പൂച്ച പറയും, എൻ്റെ തവളച്ചേട്ടായി, എനിക്ക് ഈ വെള്ളത്തിൽ കിടക്കാൻ മേലെ, എന്നെ രക്ഷിക്കണം, എന്നെ കരയിലേക്കിടണം. കരയുന്ന പൂച്ചയെ നോക്കി തവള പറഞ്ഞു, എടാ പൂച്ചേ, നീ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കാതെ എവിടെ പോയാലും ജീവിക്കാൻ പഠിക്കണടാ, എവിടെ പോയാലും നിൽക്കാൻ പഠിക്കണം, നീ എന്നെ നോക്കണമെന്ന് പറഞ്ഞ് ഈ തവള ഒറ്റ ചാട്ടം വെള്ളത്തിലേക്ക്. എന്നിട്ട് വെള്ളത്തിൽ കിടന്ന് ഭയങ്കര ഇങ്ങനെ ഡാൻസാണ്. പൂച്ച അത്ഭുതപ്പെട്ടു, ഈ തവളച്ചേട്ടായി ആളൊരു ഭയങ്കരൻ തന്നെ. വെള്ളത്തിൽ കിടന്ന് തവള മത്സ്യത്തോട് ചോദിക്കും, നിന്റെ പ്രോബ്ലം എന്താ, നീ എന്തിനാ കരയുന്നത്? മത്സ്യം പറയും, എൻ്റെ തവളച്ചേട്ടായി, എനിക്ക് കരയിൽ കിടക്കാൻ മേല, എന്നെ പിടിച്ച് വെള്ളത്തിലേക്കിട്. പൂച്ചയോട് പറഞ്ഞ അതേ ഡയലോഗ് തവള മത്സ്യത്തോടും പറഞ്ഞു, എടാ എവിടെ പോലും ജീവിക്കാൻ പഠിക്കണടാ, എന്നെ നോക്കടാ, നീ എന്നെ നോക്കി പഠിക്കടാന്നും പറഞ്ഞ് തവള എന്താ ചെയ്തെന്ന് പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് ഒറ്റ ചാട്ടം കരയിലോട്ട്. കരയിൽ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. പൂച്ചയും മത്സ്യം ഒരുപോലെ ഞെട്ടിപ്പോയി. അവർ ചിന്തിച്ച് ഈ തവളച്ചേട്ടായ ആളൊരു ഭയങ്കരൻ തന്നെ. കാരണം എന്താ? വെള്ളത്തിലും കരയിലും, കരയിലും വെള്ളത്തിലും, വെള്ളത്തിലും കരയിലും, കരയിലും വെള്ളത്തിലും, രണ്ടിലും ഒരുപോലെ ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇതുപോലെ ഈ തവളയുടെ ആത്മീയത ബാധിച്ച കുറെ മനുഷ്യര് ഇന്ന് സഭയിലുണ്ട്. അതാണ് സഭയുടെ അപമാനം. വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. തവളയുടെ സ്പിരിച്വാലിറ്റി പകുതി ലോകത്തിലെ, പകുതി കർത്താവിനോട് കൂടെ. ഈ മിക്സിംഗ് പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം. ഒന്നെങ്കിൽ കർത്താവായ യേശുവിന്റെ കൂടെ, അല്ലെങ്കിൽ ലോകത്തിന്റെ കൂടെ. പ്രിയപ്പെട്ടവരെ, ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ സകല സുഖങ്ങളെ വിട്ടുകളഞ്ഞ് യഥാർത്ഥ മാനസാന്തരത്തിന് ജീവിതത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലത്തിന് അടയാളങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിക്കേ. എന്താണ് ഈ അടയാളങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത്? കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. വിശുദ്ധ വചനത്തെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവജനം മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കുവാനാണ്. നമുക്ക് വേണ്ടി ആഗ്രഹിക്കാം. നമ്മെ അതിനായി സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ നിരന്തരം ആശ്രയിച്ചുകൊണ്ട് ആത്മാവിൽ ശരണപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിന് വേണ്ട സകല കൃപാവരങ്ങളും പരിശുദ്ധാത്മാ പ്രദാനം ചെയ്യും. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ